നമ്മളിപ്പോൾ നിലവിൽ അടിമാലിയിലാണ് ഉള്ളത്. അടിമാലി വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന അടിമാലിയുടെ തിലകുറിയായിട്ട് നിൽക്കുന്ന വെള്ളച്ചാട്ടമാണ് അല്ലേ. എന്നാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ തലമാലിക്കും മാങ്കുളത്തിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഹെവി റിസ്ക് ഉള്ള വഴിയുണ്ട്. അപ്പോൾ ആ വഴിക്കടെയാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ അങ്ങനെ നമ്മൾ തലമാലി കൂടി പോയിട്ട് നേരെ കല്ലാറ്റി ചെന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഒരു വെറൈറ്റി യാത്രയാണ് ശരിക്കും. ആ വഴി കൂടെ നമ്മൾ വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കല്ലാറൂട്ടി അടിമാലി റൂട്ടിലൂടെയാണ്. ശരിക്കും നമുക്ക് നമ്മുടെ അടിമാലിയുടെ തിലകുറിയായിരിക്കുന്ന തലമാലി വാട്ടർഫാൾസ് അഥവാ അടിമാലി വാട്ടർഫാൾസിൻ്റെ ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ അടിമാലി വരുമ്പോൾ കുറേ നേരം നമ്മൾ ആ വാട്ടർഫാൾസിലേക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും അല്ലേ. ആ മലയുടെ ടോപ്പിലേക്ക് ഒന്ന് കയറിപ്പോയാലോ എന്നൊക്കെ ഒത്തിരി ആഗ്രഹിക്കും അല്ലേ. അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളവരാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും. എന്നാൽ ഇന്ന് നമ്മൾ ആ ഒരു വാട്ടർഫാൾസിൻ്റെ ടോപ്പിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ അടിമാലി ടൗണിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ഒരു മേഖലയാണ്. ഹോസ്പിറ്റലിൻ്റെ ആ സൈഡിലൂടെയാണ്. ഇവിടെ വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ആളുകൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വട്ടം ചാടാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ അടിമാലി സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തിയിട്ട് നേരെ നമ്മൾ മൂന്നാർ റൂട്ടിലേക്കാണ് തിരിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാറുകാരൻ ചെറിയൊരു പണിയുണ്ട്. പുള്ളി ഒന്ന് കടക്കാതെ നമുക്ക് കടക്കാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് സെൻട്രൽ ജംഗ്ഷനല്ലേ. അടി മേടിച്ച് കിട്ടാതെ നമ്മൾ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. പോലീസ് ചെക്കിങ് ഇവിടെയുണ്ട്. എന്താണെങ്കിലും ആ കാറ് തിരിഞ്ഞു പോണതിൻ്റെ തൊട്ട് പുറകെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ശരിക്കും അടിമാലി മൂന്നാർ റൂട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു കുരിശുപള്ളി നിങ്ങൾ കാണുന്നില്ലേ. ആ കുരിശുപള്ളിയുടെ സൈഡിൽ കൂടെ ഇടത്തേക്ക് നമ്മൾ കയറി പോകണം കേട്ടോ. ഇടത്തേക്ക് കയറി പോയാലാണ് നമ്മൾ ഇന്നത്തെ യാത്രയുടെ ആരംഭം. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറിക്കുകയാണ്. ശരിക്കും ഈ വഴിക്ക് പറയുന്നത് തലമാലി കൊരങ്ങാട്ടി അടിമാലി റോഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ധാരാളം കടകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹൈറേഞ്ചിൻ്റെ ഒരു പഴയകാല കണ്ണാശുപത്രിയും അതുപോലെ എന്താ പറയണേ ദന്താശുപത്രിയും ഒക്കെ ഉള്ള ഒരു മേഖലയാണ് ഇവിടെ. നേരത്തെ ഇവിടെ ഒരു തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു, അപ്സര തിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആ തിയേറ്ററൊന്നും ഇപ്പം നിലവിലില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ അടിമാലി വെള്ളച്ചാട്ടം ഒഴുകുന്നില്ലേ, അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും എൻ്റെ ഫ്രണ്ടിലുള്ള ഓട്ടോറിക്ഷ കയറി പോകുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ വഴിയുടെ അവസ്ഥ എന്താണെന്ന്. ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വഴിയുടെ യഥാർത്ഥ കുഴപ്പങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ടോപ്പിലേക്ക് ചെല്ലുമ്പോൾ നമുക്കിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഈ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണാനുള്ള സ്ഥലമുണ്ട്. നമുക്കിവിടെ വണ്ടി നിർത്താവേ. നമ്മൾ ആദ്യം തന്നെ കയറിയപ്പോൾ നമുക്കിവിടെ ഒരു ബിൽഡിംഗ് ഇങ്ങനെ പണിതിട്ടുണ്ട്. ഇത് ആറ് പ്രൈവറ്റ് ആണോ അത് ഗവൺമെൻറ് ആണോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഇത് ഇവിടെ നിന്നാൽ നമുക്ക് അടിമാലി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഇത് നിലവിൽ പ്രവർത്തനമൊന്നും തുടങ്ങാത്ത ഒരു ബിൽഡിംഗാണ്. അടിപൊളിയല്ലേ. അപ്പോൾ അടിമാലി ടോപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന മനോഹര കാഴ്ച അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഈ വഴി ഇങ്ങനെ കയറിപ്പോയിട്ട് ആ ടോപ്പെല്ലാം കയറി ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കൂടെ നമ്മൾ പാസ് ചെയ്തിട്ട് ഇങ്ങനെ മല വട്ടം കയറിയിട്ട് ഈ മലയുടെ അപ്പുറത്തോടെ നമുക്ക് യാത്ര ചെയ്തിട്ട് തലമാലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തണം. അങ്ങനെ തലമാലി ചെന്നിട്ട് നേരെ കല്ലാറ്റിലേക്കാണ് എത്തുന്നത്. പെട്ടിമുടിയൊക്കെ കൂടിയാണ് ഇന്നത്തെ യാത്ര കേട്ടോ. പേരെന്താ? രഞ്ജിത്ത്. അച്ഛൻ്റെ പേര് ജിനു. ചേട്ടാ പേരെന്താ ചേട്ടാ? ഉണ്ണി. കണ്ണല്ലേ? ഓക്കെ ശരി, കണ്ടത് സന്തോഷം. ഓട്ടെ. വണ്ടിയുണ്ടോ? വണ്ടി ഇതായിരിക്കും. അങ്ങനെ നമ്മുടെ യാത്രയെ കണ്ടുമുട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളോടൊക്കെ വിശേഷങ്ങൾ പങ്കുവെച്ച് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു ബ്ലോക്ക് നടക്കുന്നത്. ശരിക്കും നിസ്സാര സമയം കൊണ്ട് ഒരുപാട് വാഹനങ്ങൾ അവിടെ ബ്ലോക്കിൽ പെട്ടു കേട്ടോ. ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഒരു ജീപ്പും ഒരു ഓട്ടോറിക്ഷയും കൂടെ ഒരുമിച്ച് വന്നാൽ കയറി പോയില്ല, പിന്നെ തർക്കമാവും. അങ്ങനെ നമ്മൾ ആ ചേട്ടന്മാരോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ മലകയറ്റം ആരംഭിച്ചു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ പോണ ഒരു ബൊലോറോ കണ്ടോ, എത്രമാത്രം ഹൈറ്റിലാണ് കയറണം എന്ന് നോക്കിയേ. അപ്പോൾ ഇതാണ് ഈ വഴിയുടെ അവസ്ഥ. ഭയങ്കര കയറ്റമാണ്, അതുപോലെ തന്നെ നല്ല വളവുകളുമുണ്ട്. ശരിക്കും ഇടുക്കിക്കാരായിട്ടുള്ള ആളുകളുടെ കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അത്യാവശ്യം കയറി പോകുന്നുണ്ട്. പക്ഷേ പുറമേ നിന്ന് വരുന്ന വാഹനങ്ങൾ, ടൂറിസ്റ്റുകളായിട്ടോ ഗസ്റ്റുകളായിട്ടോ വരുന്ന വാഹനങ്ങൾ ഒരു കാരണവശാലും ഇതിലൂടെ പോകരുത്. റൈഡർമാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഇവിടെ നിന്ന് നമ്മൾ കയറി വന്ന ഈ ഒരു മേഖലയില്ലേ, ഈ ഒരു മേഖലയിൽ നിന്ന് ഈ കാണുന്ന വഴി കൂടെ കയറിപ്പോയാൽ നമുക്ക് അടിമാലി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ചോട്ടിൽ നമുക്ക് എത്താൻ പറ്റും. അവിടെ ഒരു അടിപൊളി പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നീട് ഒരു ദിവസം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഇതുവഴി നമുക്ക് യാത്ര ചെയ്യാം.
അങ്ങനെ നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തു നിന്ന് വളവൊക്കെ തിരിഞ്ഞ് നമ്മൾ വീണ്ടും കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മുകളിൽ നിന്ന് കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. ഇല്ലാത്തവർ ഇതുവഴി പോകാതിരിക്കണതാണ് നല്ലത് കേട്ടോ. പക്ഷേ റൈഡർമാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഒരു അങ്കമാടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ ജംഗ്ഷനാണ്. ഈ മേഖലയിലൊക്കെ ധാരാളമായിട്ടുള്ള വീടുകളുണ്ട്. ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള വീടുകൾ നമുക്ക് ഈ മേഖലയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ചെറിയ നിരപ്പുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനിയുള്ള ഒരു കയറ്റം ഉണ്ടല്ലോ, അതൊരു 1.5 കയറ്റമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞത് കയറ്റം കയറി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീട് മുൻപോട്ട് പോകുമ്പോഴും കയറ്റത്തിൻ്റെ രീതിയും ഭാവവും ഒക്കെ മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ മതിയായ ഒരു പാറയുടെ പുറത്തിരിക്കുന്ന വീട് കണ്ടോ, നോക്കിയേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങൾ നോക്കിയേ, ഇതുപോലെ കയറ്റം കയറിയിട്ട് നമുക്ക് വേണം പോകാമല്ല. ഈ കയറ്റം ഇങ്ങനെ കയറി നമ്മൾ ടോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു വളവുണ്ട്. അവിടെ നമുക്ക് വണ്ടി ചെറിയ വാഹനങ്ങളൊക്കെ ആണെങ്കിലും ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണെങ്കിൽ ചെറുതായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പാർക്ക് ചെയ്താൽ നമുക്ക് അടിമാലിയുടെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയണേ, അത്ര റിസ്ക്കാണ്. നമ്മൾ മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അതിന് യഥാർത്ഥമായിട്ടുള്ളൊരു ഫീല് കിട്ടുള്ളൂ കേട്ടോ. നോക്കിയേ, അപ്പം മഴക്കാലം ആയതുകൊണ്ട് പാറപ്പുറത്തോടൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ശരിക്കും ഇതുവഴി നിങ്ങൾ പോയി കഴിഞ്ഞാൽ മാങ്കുളത്തിനും അതുപോലെ തന്നെ തലമാലി പെട്ടിമുടിയൊക്കെ കൂടി കല്ലാറ്റിലേക്കും നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇതാണ് ഞാൻ ആ പറഞ്ഞ വളവ്. ഈ വളവിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നമുക്ക് വണ്ടി നിർത്താനുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ താഴേന്ന് കയറി വന്നിട്ട് നമ്മളിത് ഇവിടെ വണ്ടി നിർത്തി. ഇവിടുന്ന് ഈ കയറി പോകുന്ന വഴിയില്ലേ, ഈ വളവില്ലേ, ഈ വളവാണ് ഏറ്റവും ഡേഞ്ചർ പിടിച്ച 2 വളവുകൾ ഈ റൂട്ടിൽ. ഇതിൻ്റെ ടോപ്പിലുള്ള വളവും അതുപോലെ തന്നെ ഈ ഒരു വളവുമാണ് ഏറ്റവും ഡേഞ്ചർ പിടിച്ചത്. ഈ അടുത്ത നാട് ഇത് ഇത്ര വീതിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അടുത്ത നാട് ഈ റോഡൊക്കെ ഒന്ന് പുതുക്കി പണിത് അത്യാവശ്യം നല്ല വീതിയാക്കിയിട്ടുണ്ട് ഈ ഒരു വളവ് മാത്രം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കാറൊക്കെ താഴേന്ന് വന്നാൽ ഈസി ആയിട്ട് കയറി പോകുന്നതാണ് എനിക്ക് തോന്നണം കേട്ടോ. എന്താണെങ്കിലും ഒരു ജീപ്പ് താഴെ നിന്ന് കയറി വന്നിട്ടുണ്ടേ. നമുക്ക് ആ ഒരു വിഷ്വൽ ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് മുമ്പോട്ട് പോയാലും ഇതുകൊണ്ടോ ഇതുപോലെ വളവാണ് കേട്ടോ. യാത്രയിലുണ്ടോ ഏറ്റവും റിസ്ക് പിടിച്ച ഒരു 2 വളവാണിത്. നമ്മൾ താഴെ നിന്ന് കുത്തനെയുള്ള കയറ്റം കയറി ടോപ്പിലേക്ക് വരുമ്പോൾ നല്ല കുത്തനെയുള്ള ഒടിഞ്ഞ് വളവ് കേട്ടോ. ആ വളവും കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു വളവ് കൂടെ കയറി നമ്മൾ ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടിമാലി വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നാൽ വേറെ ഒരു കിടിലം കാഴ്ചയുണ്ട്. നമ്മുടെ അടിമാലിയുടെ ഒരു ടോപ്പ് വ്യൂ, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ മഞ്ഞുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഈ കാർമേഘങ്ങളും മഞ്ഞുകെട്ടുകളൊക്കെ ഇങ്ങനെ പാറി പറന്ന് കിടക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പിന്നീട് ഒരു ദിവസം കയറി വരാം. ഇപ്പോൾ എന്താണെങ്കിലും മഴക്കാലമാണെങ്കിലും നമ്മുടെ നാട്ടിൽ മഴയില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ആ ഒരു വിഷ്വൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതും കൂടെ ഒന്ന് കണ്ടിട്ട് യാത്ര നമുക്ക് തുടരാവേ. നമ്മുടെ കല്ലാർ റൂട്ടിൽ നിന്ന് വന്ന ആ വഴികൾ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇവിടെയൊക്കെ കൊച്ചു കൊച്ചു ധാരാളം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ നിന്നാൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നത്. ശരിക്കും ഉണ്ടല്ലോ രാത്രിയിലൊക്കെ ഇവിടെ കയറുവന്നെ ഭയങ്കര രസമാണ്. ഇങ്ങനെ ലൈറ്റുകളൊക്കെ മിന്നി നിൽക്കുന്ന ആ അടിമാലിയുടെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി എന്തൊരു ഭംഗിയാണെന്നറിയാമോ. അപ്പോൾ നമുക്ക് യാത്ര കൊണ്ട് തുടർന്നാലോ. അങ്ങനെ നമ്മൾ ആ പ്രധാനപ്പെട്ട വളവിൽ നിന്ന് നമ്മൾ ടോപ്പിലേക്ക് കയറി പോവുകയാണ്. നമ്മളിപ്പോൾ നിന്ന സ്പോട്ടിലെ അവിടെ നിരവധി അപകടങ്ങൾ നടന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ അടുത്ത ഒരു ട്രാക്ടറൊക്കെ പറഞ്ഞ് ഒരു ചേട്ടൻ മരണപ്പെട്ടു പോയ ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കയറ്റൊക്കെ കയറിയിട്ട് ഇനി ഒരു ചെറിയ നിരപ്പുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ കയറി പോകുന്നത്. മഴക്കാലത്തോടെ ഇതോടെ യാത്ര ചെയ്താണ് ഡേഞ്ചറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഡേഞ്ചർ എന്ന് പറയാനില്ല. കാരണം വെച്ചാൽ എല്ലാ ഇടിച്ചും പറഞ്ഞൊക്കെ തീർന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കിവിടെയൊക്കെ നമുക്ക് ധാരാളമായിട്ടുള്ള വീടുകൾ കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ചേട്ടാ പോയി
അങ്ങനെ ഫൈനലി നമ്മൾ അടിമാലി വെള്ളച്ചാട്ടം ഒഴുകുന്ന ആ ഒരു മേഖലയിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടോ ഈ വെള്ളച്ചാട്ടം ഇവിടെ നിന്നാണ് ഒഴുകണേന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മേളിൽ നിന്ന് തോട് പോലെ ഒഴുകി പിന്നെ പല സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വണ്ടി നമുക്ക് നിർത്താവേ. ഈ ഒഴുകി പോകുന്ന വെള്ളമില്ലേ, ഇതാണ് നമ്മുടെ അടിമാലിയുടെ തെലവക്കുറിയായിരിക്കുന്ന വെള്ളച്ചാട്ടം. ഇതിങ്ങനെ ഒഴുകിപ്പോയിട്ട് താഴോ കാണുന്ന അടിമാലിനെ അടിപൊളിയാക്കി അവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ദൃശ്യവിരുന്ന് ഒരുക്കിക്കൊണ്ടാണ് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ പോകുന്നത് കേട്ടോ. പക്ഷെ ഇപ്പോൾ നിലവിൽ വെള്ളം കുറവാണ്. നാട്ടിൽ മഴയൊന്നും ഇല്ലല്ലോ. ഇടുക്കിയിലതുണ്ടോ നല്ല മഴക്കാലത്ത് ഇങ്ങനെ തെളിഞ്ഞ ആകാശമാണ്, നീലാകാശമാണ്. അപ്പം ഇവിടെ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നതെങ്കിലും നമ്മൾ ഈ കാണുന്ന കാടില്ലേ, ഇതിൻ്റെ മുകളിൽ തലമാലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയ പുഴ പോലെ ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഈ കാണുന്ന മലയൊക്കെ വെള്ളം ഒഴുകി വന്നിട്ടാണ് ഇങ്ങനെ ഒഴുകി നമ്മുടെ അടിമാലി വെള്ളച്ചാട്ടമായിട്ട് പോകുന്നത്. അപ്പം നമുക്കിവിടെ വന്നാൽ അടിമാലിയുടെ ദൃശ്യചാരുത നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഒരു തവണ ഇവിടെയൊക്കെ ഇറങ്ങിപ്പോയി ആ ചാനൽ ഉണങ്ങി ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ നല്ല പൂരാകൃതം വഴക്കും കിട്ടി. പക്ഷേ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവേ. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ഡ്രോൺ ചേട്ടൻ വേണമെങ്കിൽ പോകാം, പക്ഷേ കാറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ കണ്ടോ ഒരു കല്ലൊക്കെ ഇങ്ങനെ ഉരുണ്ട് വന്നിരിക്കണേ. ഇതൊക്കെ ഏതോ കാലഘട്ടത്തിൽ ഉരുളു പൊട്ടിപ്പോയ ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് ഈ വെള്ളച്ചാട്ടം ഇവിടെ രൂപീകൃതമായതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാറക്കൂട്ടങ്ങളൊക്കെ കിടക്കണം കണ്ടോ. അതിനുശേഷം വഴിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഡെവലപ്പ് ആക്കി എടുത്തതാണ്. അപ്പോൾ ഈ വഴി കോരങ്ങാട്ടി വഴി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് കയറി പോകേണ്ട വഴി ഇതുപോലെ തന്നെയാണ്. നമ്മൾ വന്ന പോലെ തന്നെ നല്ല കയറ്റമുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും യാത്രയോട് തുടരാം അല്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും കയറ്റം കയറാൻ തുടങ്ങി കൂട്ടുകാരെ. ഒരു രക്ഷയില്ലാത്ത വഴിയെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഓട്ടോറിക്ഷ ഇറങ്ങി വരുന്നുണ്ടോ, എത്രമാത്രം താഴ്ചയിലേക്കാന്ന് നോക്കിയേ. ആ ഓട്ടോറിക്ഷ ഓടിക്കണ ഒരു ലേഡിയാണേ, ധൈര്യം സമ്മതിക്കണം അല്ലേ. അപ്പോൾ ഇനി കുറച്ച് ദൂരം ഇങ്ങനെ കയറി ചെന്നാൽ നമുക്ക് അങ്ങനെ നമ്മൾ തലമാലി, പെട്ടിമുടി, അതുപോലെ തന്നെ കല്ലാർ വഴിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. ഈ വഴി ഇങ്ങനെ പോയിട്ട് മച്ചിപ്ലാവിലേക്ക് ചെന്നിറക്കും. നിങ്ങൾ ഈസ്റ്റേൺ പള്ളിയുടെ അപ്പുറത്ത് നിന്ന് മാങ്കുളം പോകുന്ന വഴിയില്ലേ, അവിടെ ചെന്നിറങ്ങും. അപ്പോൾ ഇവർ അതെ അടിമാലി നമ്മൾ വന്ന വഴി കൂടെ വന്ന റൈഡർമാരാണ്, മൂന്നാറിന് പോകുന്നവരാണ് കേട്ടോ. ഓക്കെ ബൈ ബൈ. യൂട്യൂബ് ഇടുക്കി ചില്ലീസ്. ആ ഓക്കെ ബൈ. ബയ്യന്മാരാണ്. ഇതുകൊണ്ട് എൻ്റെ പുറകെ നിങ്ങൾ കാണുന്ന വഴിയില്ലേ, ഈ വഴി കൂടെയാണ് ഇനി നമുക്ക് പോകേണ്ടത്. തലമാലി, പെട്ടിമുടി, കല്ലാറ് അങ്ങനെ ചെന്ന് ചാടും. ഈ കാണുന്ന വഴിയില്ല, എൻ്റെ ഈ ബൈക്കിലേക്ക് പോകുന്ന വഴി, ഇതിങ്ങനെ പോയിട്ട് നേരെ കൊരങ്ങാട്ടി ചെന്ന് ചാടും. കൊരങ്ങാട്ടി ചെന്ന് ചാടിയിട്ട് നമുക്ക് ഈസ്റ്റേൺ പള്ളിയുടെ അപ്പുറം മച്ചിപ്ലാവിലേക്ക് ചെന്ന് ചാടാം. അതുവഴി നമുക്ക് മാങ്കുളത്തിന് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയുടെ കൊരങ്ങാട്ടി വരെയുള്ള ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. പക്ഷേ മച്ചിപ്ലാവിൽ നിന്ന് കയറി നമ്മൾ മാങ്കുളം, കുരിശുപാറ വരെയുള്ള അടിപൊളി യാത്ര നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞു കാറൊക്കെ കയറി പോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വഴിയൊക്കെ നന്നായതുകൊണ്ട് കാറുകളൊക്കെ ധാരാളമായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ തദ്ദേശീയരുടെ വാഹനങ്ങളാണോ എന്ന് എനിക്ക് സംശയമില്ലായില്ല. പക്ഷേ റൈഡേഴ്സായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ വഴി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂന്നാറിലേക്കൊക്കെ പോകുന്നവർക്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം വഴിയാണ്. അടിപൊളി ടാറിംഗ് ആണ്. നിങ്ങൾക്ക് കല്ലാറ് വരെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ എത്തിച്ചേരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഇത് ഈ റൂട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അപകടകരമായ വളവുകളും കുത്തനെയുള്ള ഇറക്കങ്ങളും ഉള്ള റോഡാണ്. പരിചയമില്ലാത്തവരും 4 വീൽ ഡ്രൈവ് ഇല്ലാത്ത വാഹനങ്ങളും ഇതുവഴി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അടിമാലി പോലീസ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചിരിക്കുന്ന ബോർഡാണ്. കാരണം അത് നിലവിൽ മാഞ്ഞു പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതേ താഴേന്ന് വാഹനം കയറുന്ന കാഴ്ച ഉണ്ടോ. അങ്ങനെ തലമാലി, പെട്ടിമുടി, കല്ലാർ റൂട്ടിലേക്ക് നമ്മളിപ്പോൾ നിലവിൽ കയറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയൊരു മാസ്മരിക യാത്ര എന്ന് നമുക്ക് പറയും മഴക്കാലത്താണെങ്കിൽ. പക്ഷേ ഈ റോഡ് സൈഡിലൊക്കെ മഴക്കാലത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾ പേടിക്കണം. നല്ല പുഴുകടി ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ.
പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. കുടികൾ എന്ന് പറയാൻ പാടില്ല, ഇനി ഉന്നതികളാണ്. അപ്പം നമുക്ക് ആ വാക്ക് തിരുത്തിയല്ലേ പറയാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ ആയിരുന്നു കുടികൾ, ഇപ്പോൾ അവരെല്ലാം സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ കഴിഞ്ഞും അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഉന്നതികൾ ധാരാളമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി നമുക്ക് ഈ യാത്ര ചെയ്താൽ ശരിക്കും ഏലക്കാടുകൾ ധാരാളമുള്ള സ്ഥലങ്ങളാണ്. ശരിക്കും നമ്മൾ ഈ ഉന്നതകളിൽ പെട്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മളിപ്പോൾ പറയാനുണ്ടല്ലോ, ഒരുപാട് ഗവൺമെൻറ് ജോലിക്കാരും ഗവൺമെൻറ് പ്രസ്ഥാനങ്ങളും പ്രൈവറ്റിൻ്റെ ജോലിയൊക്കെ ജോലി ചെയ്യുന്ന നിരവധി ആളുകളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമുക്കിനി പെട്ടിമുടിയല്ല തലമാലിയാണ്. അപ്പോൾ നമുക്ക് യാത്ര കൊണ്ട് മുന്നോട്ട് പോകാമല്ലേ? ഒരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അത് ഓപ്പണിംഗ് അല്ല, ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് കേട്ടോ നമ്മുടെ ഈ വഴിയിലുള്ള. അങ്ങനെ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണേ. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഉന്നതികളാണ്. അപ്പോൾ അത് ഇവിടെ നോക്കിയേ, ആ കാണുന്ന മലയിലെ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ആ കാണുന്ന മലയാണ് നമ്മുടെ പെട്ടിമുടി. നമ്മൾ പെട്ടിമുടി ട്രക്കിംഗ് ഒക്കെ നടത്തുന്ന ആ ഒരു മലയാണ്. ആ മലയുടെ മറു സൈഡിൽ കൂടെയുള്ള വഴി കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാണെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥ അല്ലേ, ആകാശമൊക്കെ നല്ല നീലച്ച് കിടക്കുന്ന കാഴ്ച അടിപൊളിയല്ലേ. ഇങ്ങനെയുള്ള ആകാശമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം നൽകും. ആകാശത്ത് ഇങ്ങനെ അങ്ങിങ്ങ കാർമേഘങ്ങളൊക്കെ ചിന്നിച്ചിതറി മഞ്ഞുകണങ്ങളായിട്ട് മഞ്ഞുകട്ടകളായിട്ടൊക്കെ കിടക്കണ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം മനസ്സിലുണ്ടാവും അല്ലേ. ഈ പോകുന്ന വഴിയിൽ ഇതുണ്ട്, ഇങ്ങനെയുള്ള വലിയ പാറയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇവിടെയൊക്കെ ആന ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പം ആനയില്ലെന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചത്. ഇടയ്ക്കൊക്കെ ഇവിടങ്ങളിൽ കല്ലാറ് പെട്ടിമുടിയൊക്കെ ആന ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാർത്തയൊക്കെ കേൾക്കാൻ വേണ്ടി സാധിക്കും. എന്താണെങ്കിലും ഇവിടെ ഒരു കൊടും വളവാണ് കേട്ടോ. ഈ കാണുന്ന വെള്ളം കണ്ടോ, ഈ മരത്തിൻ്റെ ഇടയ്ക്കോടെ നോക്കിയേ. ഇതൊക്കെ നമ്മുടെ അടിമാലി വാട്ടർഫാൾസായിട്ട് ഒഴുകി പരിണമിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തോടൊക്കെ മഴക്കാലമാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി കേട്ടോ. വണ്ടി നിർത്തുമ്പോൾ ദയവുണ്ടോ പെട്ടിമുടിയുടെ മലയുടെ മറു സൈഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് കോമ്പമ്പാറ അടിമാലി വഴി കൂടെ പോകുമ്പോൾ ഈ മലയുടെ മറു സൈഡാണ് നിങ്ങൾക്ക് കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ധാരാളം കുടികളുടെ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ പെട്ടിമുടി മല ഒരു അടിപൊളിയാണ്. അതിൻ്റെ ടോപ്പിൽ കയറിയാൽ തന്നെ നമുക്ക് ഗംഭീരമായിട്ടൊരു അനുഭവമാണ്. നമ്മളിതേ വന്ന വഴി ഇതാണ് കേട്ടോ, ഒരു അസാധ്യമായ കാഴ്ചയോടെ ഒരുക്കുന്ന വഴി. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് പോകുന്ന വഴി എന്ന് പറയുന്നത് പെട്ടിമുടിയാണ്. പെട്ടിമുടി ഒരു ചെറിയ ജംഗ്ഷനൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇതുവഴി യാത്ര ചെയ്ത് കൂമ്പമ്പാറയ്ക്ക് ചാടാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ. കൂമ്പമ്പാറയിലേക്ക് എത്താൻ വേണ്ടിയുള്ള വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടോപ്പിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു സ്കൂൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, പെട്ടിമുടി സ്കൂളെ. നമ്മളങ്ങനെ യാത്ര ചെയ്തിട്ട് ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂളിൻ്റെ മുറ്റത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. പെട്ടിമുടി ഇത് കല്ലാറ് വട്ടിയാർ PO സ്ഥാപിതം. 1959 ഈ സ്കൂൾ സ്ഥാപിച്ചതാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ ഇതാണ്. സ്കൂളിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ കുട്ടികളൊക്കെ പഠനം നടത്തുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ടൊക്കെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അങ്ങനെ 1959 സ്ഥാപിതമായിരിക്കുന്ന ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂളിൻ്റെ അവിടുന്ന് നമ്മളിത് വീണ്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തുള്ള പെട്ടിമുടി മലനിരകൾ നമുക്ക് അടിപൊളിയായിട്ട് സൗന്ദര്യം ഒരുക്കി നൽകുന്ന ഒരു ദൃശ്യചാരുത നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ റൂട്ടിൽ ആസ്വദിക്കാൻ പറ്റും. പെട്ടിമുടി ട്രക്കിംഗ് ചെയ്തത് ഞങ്ങൾ ഫാമിലി ഒത്താണ് ട്രക്കിംഗ് ചെയ്തത് കേട്ടോ.
ഞങ്ങൾ മാത്രമല്ല നമ്മുടെ റിജോയ് അടിമാലി ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടിയാണ് യാത്ര ചെയ്തത്. അങ്ങനെ നമ്മളിവിടെ ഒരു ചെറിയ ജംഗ്ഷനിലെത്തി. കല്ലാറിൽ നിന്ന് വരുമ്പോൾ ആദ്യം കാണാൻ പറ്റുന്ന ഒരു ചെറിയ ജംഗ്ഷൻ ഇതാണ്. കല്ലാറിൽ നിന്ന് വരുന്നാൽ ഈ കാണുന്ന വഴി കൂടെ നിങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂമ്പമ്പാറയ്ക്ക് എത്താൻ വേണ്ടി സാധിക്കും. കല്ലാർ ജംഗ്ഷൻ്റെ തൊട്ട് താഴെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് എൻട്രി ഇടുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒരു ചെറിയ കുരിശുപള്ളിയുണ്ട്, അതുപോലെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴികളാണ്. നമ്മളെ കല്ലാർ മേഖലയിലേക്ക് അടുക്കാറായത്തിന് വഴി വളരെ മോശമാണ്. ഇതെല്ലാം കഴിഞ്ഞ് കുത്തിറക്കം ഇറങ്ങി നമ്മൾ നേരെ കല്ലാറിലേക്ക് പോകണം. അപ്പോൾ ഇവിടെയുള്ള ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഹോം സ്റ്റേ റിസോർട്ടുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഹോം സ്റ്റേയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. പക്ഷേ ഇതൊരു വീടാണോ? വീടാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇവിടെ ഒരു മനോഹരമായിരിക്കുന്ന ഒരു പള്ളിയുണ്ട്. കല്ലാറ്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പള്ളിയുടെ കാഴ്ചയാണ് ഇത്. നമുക്ക് താഴെ നിന്ന് ഡ്രോൺ വിടാം. അങ്ങനെ കൂട്ടുകാരെ, ഫൈനലി നമ്മൾ കല്ലാറിലേക്ക് എത്തിയിരിക്കുകയാണ്. കല്ലാർ അടിമാലി മൂന്നാർ മെയിൻ റോഡിലേക്ക് ചെന്ന് സംഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ചായ കുടിക്കാനൊക്കെ ഹോട്ടലുണ്ട്. കൈയോടെ ഒരു ചായ കുടിക്കണം. കാരണം വെച്ചാൽ കുറേ നേരമായില്ലേ നമ്മൾ യാത്ര ചെയ്ത് പോകാൻ തുടങ്ങിയിട്ട്. ഫൈനലി നമ്മളങ്ങനെ അടിമാലി മൂന്നാർ വഴിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അടിമാലിയിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന യാത്ര നമ്മൾ കൊരങ്ങാട്ടി മലയൊക്കെ പിന്നിട്ട് തലമാല് കൂടി പെട്ടിമുടി കൂടി നമ്മൾ കല്ലാറിൽ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. നിരവധി കാഴ്ചകളും നിരവധി വിശേഷങ്ങളും ഉണ്ടായിരുന്നു ഈ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുവിടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.